ഞാൻ ആദ്യം വീഡിയോ ഇട്ടിട്ട് ഞാൻ ലിങ്ക് എല്ലാവർക്കും അയച്ചു കൊടുക്കുമ്പോൾ ആരും മൈൻഡ് പോലും ചെയ്യത്തില്ല. എന്നുവെച്ചാൽ കണ്ടിട്ട് വിടുമ്പോൾ ഓൾ ദിവസം അങ്ങനെ കുറച്ച് പേര് അന്ന് ജനുവനായിട്ട് സപ്പോർട്ട് ചെയ്ത് കുറച്ച് പേരെ ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ ഇതായി കഴിഞ്ഞപ്പോൾ എല്ലാവരും വരും. അപ്പോൾ ആദ്യം അവർ ഇഗ്നോർ ചെയ്യും. അത് അങ്ങനെയാണ്, ആദ്യം ഒരു പുച്ഛത്തോടെയായിരിക്കും കാണുന്നത്. പിന്നെ ഇതിൽ നിന്ന് നമുക്ക് റവന്യൂ കാര്യങ്ങളൊക്കെ വരുന്നുണ്ടെന്ന് ഫെയിമൊക്കെ വരുന്നുണ്ടെന്ന് അറിയുമ്പോൾ ഇവരൊക്കെ പിന്നെ വരും തിരിച്ച്. അപ്പോൾ നമ്മൾ മൈൻഡ് ചെയ്യാണ്ടിരിക്കുക, അത്രേ ഉള്ളൂ. ആ ഒരു ദിവസം പണിക്ക് ഒരു ദിവസം ഇരിക്കാനായിട്ട് അച്ഛൻ്റെ അടുത്ത് എന്ന് പറഞ്ഞ് അച്ഛ എനിക്ക് 500 സബ്സ്ക്രൈബേഴ്സ് ആയെന്ന് പറഞ്ഞു. അപ്പോൾ അച്ഛടുത്ത് 500 സബ്സ്ക്രൈബേഴ്സ്. അപ്പോഴത്തെ അച്ഛൻ പറയും ഇത് വല്ല തിന്നാൻ വല്ലതും കൊണ്ട് തരുമെന്ന് വെച്ചാൽ അച്ഛൻ കുറ്റം പറഞ്ഞ നാട്ടുകാരും വീട്ടുകാരും കുടുംബക്കാരൊക്കെ തന്നെ അവരെയൊക്കെ ഓരോ കടയുടെ പ്രൊമോഷന് ചെയ്യുമോ ഇതാക്കുമെന്ന് പറഞ്ഞു. അതപ്പോൾ സന്തോഷമുണ്ട്. ഇപ്പോൾ നമ്മളുടെ പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം ഗൈസ്. നമ്മളാണ്ട് കളി കാണാമെന്ന് ഫസ്റ്റ് വീഡിയോയുടെ തുടക്കം നിങ്ങൾ കണ്ടുകൊണ്ടോ എന്ന് വെച്ചാൽ സോഷ്യൽ മീഡിയ കൊണ്ട് ഒരാൾക്ക് ഇല്ലടാ ഇന്നത്തെ കാലത്ത് ജീവിക്കാൻ പറ്റും എന്ന് വെച്ചാൽ മറ്റുള്ളവരെല്ലാം പറയാം വേറെ വല്ല പണിക്കും പോടാം എന്നുള്ളവർക്ക് കണ്ട നമ്മുടെ മുമ്പിൽ സക്സസ് ആയ കുറച്ച് ആൾക്കാർ എന്ന് വളരെ കുറച്ച് ആൾക്കാർ, ബാക്കി എല്ലാവരും അപ്പുറത്തേക്ക് നമ്മൾ കുറച്ച് ആൾക്കാരുടെ കുറച്ച് അവരുടെ ജീവിതത്തിലുണ്ടായ കുറച്ച് നല്ല കാര്യങ്ങളാണ് നമ്മളിവിടെ പങ്കുവയ്ക്കാൻ പോകുന്നത്. വാ, നമ്മളിവിടെ നമ്മുടെ അർജുൻ ബ്രോ ആണ്. എന്ന് വെച്ചാൽ എൻ്റെ ചോദ്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ സോഷ്യൽ മീഡിയ യൂട്യൂബ് ആകട്ടെ ഇൻസ്റ്റാഗ്രാം ആകട്ടെ അതിനകത്തോട്ട് ആദ്യമൊക്കെ നമ്മൾ വരുമ്പോൾ നമ്മുടെ ഫാമിലിയൊക്കെ എല്ലാവരും പറയത്തില്ല ഇതിനകത്തോട്ട് വന്നേ വേറെ പണിയില്ല, ഇതിൽ എന്തെങ്കിലും കിട്ടുമോ, നമ്മളിതിൻ്റെ പുറകെ അന്നേരം ഇഷ്ടം പോലെ കഷ്ടപ്പെട്ടിട്ടായിരിക്കും ഇതിൻ്റെ പുറകെയൊക്കെ നടന്നത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാവരുടെയും കാര്യത്തിൽ സക്സസ് ആവരുടെ ഇനി സക്സസ് ആയി വരുന്നവരുടെ എല്ലാവരുടെയും കാര്യമാണ് ഞാൻ പറയുന്നത്. അപ്പം ഇതിലോട്ട് വന്നിട്ട് ബ്രോയ്ക്കും ആദ്യത്തെ ഒരു ഇതൊക്കെ ഉണ്ടായത് വീട്ടിൽ ഉറപ്പായിട്ടും ഞാൻ വന്നപ്പം ഞാൻ ആദ്യം വീഡിയോ ഇട്ടിട്ട് ഞാൻ ലിങ്ക് എല്ലാവർക്കും അയച്ചു കൊടുക്കുമ്പോൾ ആരും മൈൻഡ് പോലും ചെയ്യത്തില്ല. എന്നുവെച്ചാൽ കണ്ടിട്ട് വിടുമ്പോൾ ഓൾ ദിവസം അങ്ങനെ കുറച്ച് പേര് അന്ന് ജനുവനായിട്ട് സപ്പോർട്ട് ചെയ്ത് കുറച്ച് പേരെ ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ ഇതായി കഴിഞ്ഞപ്പോൾ എല്ലാവരും വരും. അപ്പോൾ ആദ്യം അവർ ഇഗ്നോർ ചെയ്യും. അത് അങ്ങനെയാണ്, ആദ്യം ഒരു പുച്ഛത്തോടെയായിരിക്കും കാണുന്നത്. പിന്നെ ഇതിൽ നിന്ന് നമുക്ക് റവന്യൂ കാര്യങ്ങളൊക്കെ വരുന്നുണ്ടെന്ന് ഫെയിമൊക്കെ വരുന്നുണ്ടെന്ന് അറിയുമ്പോൾ ഇവരൊക്കെ പിന്നെ വരും തിരിച്ച്. അപ്പോൾ നമ്മൾ മൈൻഡ് ചെയ്യാണ്ടിരിക്കുക, അത്രേ ഉള്ളൂ. ഒരു ചെറിയ വരുമാനമൊക്കെ വന്നു തുടങ്ങിയിട്ട് കുറച്ച് നാളൊക്കെ ആയുള്ളൂ. വീഡിയോ ഇടാൻ തുടങ്ങി കഴിഞ്ഞാൽ അത് ആര് പറഞ്ഞാൽ നമ്മൾ നിർത്തരുത്. ഇത് ഇട്ടുകൊണ്ടിരുന്ന് കഴിഞ്ഞാൽ ഉറപ്പായിട്ടും ഒരു സമയത്ത് നമ്മുടെ വീഡിയോ കയറി. ഇപ്പം നിങ്ങൾ തന്നെ ഒരു വീഡിയോ റീച്ച് ആയെന്ന് പറഞ്ഞില്ലേ, അതുപോലെ തന്നെ ഇനിയും ബാക്കിയുള്ള വീഡിയോസ് റീച്ച് ആവും. അങ്ങനെ കുറേ ഇത് വരും, വരുമാനം വരും. അപ്പം നിങ്ങളുടെ ഇപ്പം പുച്ഛിച്ചവരൊക്കെ ആദ്യത്തെ വരുമാനമൊക്കെ കൂട്ടി ഒരു എമൗണ്ട് ഇട്ട് അപ്പം വീട്ടിൽ നിന്നുള്ള റെസ്പോൺസ് എങ്ങനെയായിരുന്നു? വീട്ടിൽ അന്ന് കോവിഡ് ടൈമായപ്പോൾ അച്ഛനും നമുക്കൊക്കെ പരിപാടിയായിരുന്നു. അപ്പം നമ്മൾ എന്ത് ചെയ്യുന്നത് നമുക്ക് അറിയത്തില്ല. നമ്മൾ റൂമിൽ കയറുന്നവരെ കുറേ കാര്യങ്ങൾ ചെയ്യുക. പിന്നെ വരുമാനം വരുന്നുണ്ടെന്ന് അങ്ങനെ തുടങ്ങിയപ്പോൾ കാര്യങ്ങളൊക്കെ അറിഞ്ഞപ്പോഴാണ് അവർക്കൊരു ഇതിലൊരു ഭാവി ഉണ്ടെന്ന് അവർ കണ്ടത്. ഞാൻ ചോട്ടെ, അച്ഛനും അമ്മയും പറഞ്ഞു മറ്റൊരു ജോലി നോക്കുന്ന മോനെ അതോ ഇതിൽ നിന്ന് തുടരെ വാങ്ങോ? അല്ല, ഞാൻ യൂട്യൂബറാകാൻ വന്ന ആളല്ലല്ലോ. ഞാൻ അത് കഴിഞ്ഞ് മാസ്റ്റേഴ്സ് പഠിച്ചു, PG ചെയ്ത്. അത് കഴിഞ്ഞിട്ട് പിന്നെ ഇപ്പം സിനിമയ്ക്ക് വേണ്ടി ഒരു സ്ക്രിപ്റ്റ് എഴുതിക്കൊണ്ടിരിക്കുന്നത്. അപ്പം ഞാൻ ഫിലിമാണ് പണ്ടോട്ടെ ഒരു. പിന്നെന്ന് വെച്ച് കഴിഞ്ഞാൽ ബ്രോ ഇപ്പോൾ ഒരു കണ്ടന്റ് ക്രിയേറ്റർ ആയില്ലായിരുന്നെങ്കിൽ വേറെ ആരെ ആകുവാനായിരുന്നു? ഞാൻ മൂവീസ് എവിടെയെങ്കിലുമൊക്കെ അസിസ്റ്റൻ്റൊക്കെ ആയിട്ട് കണ്ടന്നെ. ഇപ്പോൾ ബ്രോ പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ കഷ്ടപ്പെടാൻ തയ്യാറാണെങ്കിൽ ഉറപ്പായിട്ടും നമുക്ക് അത് എല്ലാ കാര്യവും അങ്ങനെയാണ്. നമ്മൾ ആ മൈൻഡ് സെറ്റ് ഉണ്ടാക്കി വെച്ചിട്ട് അതിന് വേണ്ടി ഇത് ചെയ്യുക. അത് ഉണ്ടെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങൾ ചെയ്യുന്ന ഇതിൻ്റെ അത് ഇതായിരിക്കും. ഓക്കെ, വലിയൊരു മോട്ടിവേഷനാണ് ബ്രോ. ഞാൻ ചോദിക്കാൻ വന്നു വെച്ചാൽ നമ്മുടെ അർജുൻ ബ്രോട് ഞാൻ ഓൾറെഡി ചോദിച്ചിട്ടുണ്ട്. എന്ന് വെച്ചാൽ നമ്മളിപ്പോൾ ഒരു യൂട്യൂബ് ഒരു ഇൻസ്റ്റാഗ്രാം കുറേ ഒരു കണ്ടന്റ് ക്രിയേറ്ററായി. അപ്പോൾ അതിന് മുമ്പ് നമ്മളെ കുറ്റപ്പെടുത്താനായിരിക്കും. ഇപ്പം ഒരു സക്സസ് ആയിട്ടുണ്ട്. എന്ന് വെച്ചാൽ ഇപ്പം നമ്മൾ അറിയില്ല, നമ്മൾ കുറച്ച് പേര് അറിയും, ചെറിയ റവന്യൂ ഒക്കെ കിട്ടി, കുറച്ച് സെറ്റാണ്. പക്ഷെ ഇതിനൊക്കെ മുമ്പ് എന്ന് വെച്ചാൽ ഒരു പുച്ഛഭാഗത്തുള്ള ആൾക്കാരും ഫാമിലി ആയാലും പുച്ഛിക്കുന്നതല്ല, നിനക്കൊരു ജോലിക്ക് പോയിക്കൂടായോ, ഒരു വരുമാനം ഉണ്ടായിക്കൂടെ എന്നൊക്കെ ചോദിച്ചിട്ടുള്ള വീട്ടുകാർ ആദ്യമൊക്കെ അച്ഛൻ എന്താ പറയുന്നത്. ഞാൻ ഒരു ദിവസം പണിക്ക് ഒരു ദിവസം ഇരിക്കാനായിട്ട് അച്ഛൻ്റെ അടുത്ത് എന്ന് പറഞ്ഞ് അച്ഛ എനിക്ക് 500 സബ്സ്ക്രൈബേഴ്സ് ആയെന്ന് പറഞ്ഞു. അപ്പോൾ അച്ഛടുത്ത് 500 സബ്സ്ക്രൈബേഴ്സ്. അപ്പോഴത്തെ അച്ഛൻ പറയും ഇത് വല്ല തിന്നാൻ വല്ലതും കൊണ്ട് തരുമെന്ന് വെച്ചാൽ അച്ഛൻ. ഞാൻ പറഞ്ഞ് തിന്നാനൊന്നും കൊണ്ടു തരുന്നത്. പിന്നെ ആദ്യത്തെ ഫസ്റ്റ് റവന്യൂ ഇട്ടപ്പോൾ അച്ഛൻ്റെ തന്നെ കൊണ്ടു കൊടുത്തു. അപ്പോൾ അച്ഛനെ മനസ്സിലായി. അപ്പം ഇതിൽ നിന്നൊരു റവന്യൂ വന്ന് ജീവിക്കാൻ പറ്റുമെന്ന് ഫാമിലിക്ക് മനസ്സിലായി. അത് ഞാൻ ചെയ്യട്ടെ. അപ്പം മോനെ നീ വേറൊരു ജോലിക്ക് പോകുന്നുണ്ടോ, അത് ഇതിൽ തന്നെ തുടരുമെന്ന് ഫാമിലി വെച്ചിട്ടുണ്ടോ? ഇല്ല, എനിക്ക് വേറൊരു പ്ലാനുണ്ട്. വളരെ സന്തോഷമായിട്ട് ചെയ്യട്ടെ. ഇതിൽ ഹാപ്പിയാണോ? ഹാപ്പിയാണ്. ഏറ്റവും കൂടുതൽ ഹാപ്പി ആയിരിക്കുന്നത് ഏത് നിമിഷത്തിലാണ്? ഹാപ്പി ആയിരിക്കുമ്പോൾ കൂട്ടുകാരോട് ഇരിക്കുമ്പോൾ. ആരെങ്കിലും നോക്കി കുറച്ച് വീഡിയോ ഒക്കെ എടുത്തിരിക്കും. അതെ, ലൈഫിൽ ആ കാര്യങ്ങളൊക്കെ കൂട്ടുകാരോട് ഇരിക്കും. അതിപ്പോൾ ഏത് കാര്യത്തിലും ഫ്രണ്ട്സ് ഉണ്ടെങ്കിൽ ഹാപ്പിനെസ് ഉണ്ട്. ഇപ്പം നമ്മൾ സോഷ്യൽ മീഡിയയിൽ വന്ന് ഇപ്പോൾ ഇല്ല നമ്മളെ കുറച്ച് ആൾക്കാരൊക്കെ അറിഞ്ഞു തുടങ്ങിയത്. ആരാ? നമ്മളായാലും ബ്രോസ് ഒക്കെ വീഡിയോ ഒക്കെ എടുത്തു തുടങ്ങി, റീൽസ് ഒക്കെ എടുത്തു തുടങ്ങി യൂട്യൂബിൽ. അങ്ങനെ വീഡിയോ ഒക്കെ എടുത്ത് ഇപ്പൊ ഇല്ല കുറച്ച് ആൾക്കാരൊക്കെ അറിഞ്ഞു തുടങ്ങി. അപ്പൊ ഇതിനു മുമ്പ് ആരെങ്കിലും കുറ്റപ്പെടുത്താനോ ഇവര് വേറെ പണിയില്ല ഇവരെന്ത് കാണിച്ചു തുടങ്ങുന്നൊക്കെ ചോദിക്കാനൊക്കെ ആൾക്കാർ ഇപ്പൊ നമുക്ക് കുറച്ച് ആൾക്കാരെങ്കിലും അറിയുന്നുണ്ടല്ലോ. കുറച്ച് മുമ്പ് ബ്രോ മെയിനായിട്ട് എന്റെ അച്ഛനായിരുന്നു പറഞ്ഞോണ്ടിരുന്നത്. എല്ലാവരുടെയും വീഡിയോ പറയാനാണല്ലോ. ഇപ്പോഴും പറയുന്നുണ്ട് ബ്രോ. ഇപ്പോഴും പറയുന്നുണ്ട്. എന്തോ പറഞ്ഞു അച്ഛൻ എന്തോ ആദ്യം പറഞ്ഞെന്തോ പണിക്ക്
വേറെ കാര്യം കേട്ടെ അത് പറഞ്ഞു ഇപ്പം ഇതുകൊണ്ട് ലൈഫിലൊരു സക്സസ് ഉണ്ടോ? ഇപ്പൊ ഇതുകൊണ്ട് ലൈഫിൽ എന്ന് വെച്ചാൽ പണ്ടത്തെ ലൈഫും ഇപ്പോഴത്തെ വീഡിയോ ഒക്കെ എടുത്ത് നടന്ന് റവന്യൂ കിട്ടി തുറന്നത് ഇപ്പൊ എന്തെങ്കിലും മാറ്റം ഉണ്ടോ ബ്രോയുടെ ലൈഫിൽ? മാറ്റം എന്ന് പറഞ്ഞാൽ കുറെ പേർക്ക് അറിയാം, അല്ലാണ്ട് സാമ്പത്തികപരമായ വലിയ മാറ്റമൊന്നും വലിയ മാറ്റമില്ല. എന്നാലും ചുമ്മാ 1 ലക്ഷം രൂപ കിട്ടിക്കഴിഞ്ഞാൽ 10 രൂപ ഇല്ലെന്ന് പറയുന്നത് ഈ ടീമിനെ അറിയാലോ. ഇവന്റെ മെയിൻ ആയിട്ടെന്ന് പറഞ്ഞാല് നമ്മളോട് കടം ചോദിക്കും, നമ്മൾ ചെലവ് വയ്ക്കാതിരിക്കാൻ വേണ്ടി. അപ്പൊ നിങ്ങൾ എല്ലാവരും ഒരുമിച്ച് വീഡിയോ എടുക്കുമ്പോൾ നിങ്ങൾ ഹാപ്പിനെസ് ഉണ്ട്. ആ അത് സന്തോഷമുണ്ട്. അത് തന്നെ ചോദിക്കുന്നത്. വേറെ ആരെങ്കിലും എന്തെങ്കിലും കുറ്റങ്ങൾ പറയാനുണ്ടോ? കുറ്റങ്ങള് ആണ്ട ഇവൻ കണ്ട ഒന്നുമില്ല ബ്രോ, ഹാപ്പി ആയിട്ട് നല്ലണക്ക് പോണു, ഒരുമിച്ച് പോണു. പിന്നെ അങ്ങനെ ചെറിയ ചെറിയ ഇടയ്ക്കിടെ എല്ലാവരും വഴക്ക് പറയും, കുറ്റം പറയും, അവർ തിരിച്ചു പറയും, അങ്ങനെ നല്ല രീതിയിൽ പോണു, കുഴപ്പമൊന്നുമില്ല. ഇവന്റെ മറ്റേ കാര്യം ഞാൻ പറയാൻ പോണു. കുറച്ച് ഈ ഇടയ്ക്കായിട്ട് ഫേമസ് ആയ പയ്യനാണ്. ബ്രോ ആയാലും ഇപ്പൊ ഒരുപാട് കഷ്ടപ്പെട്ട് വീഡിയോ ഒക്കെ ചെയ്ത് നമ്മൾ കണ്ടിട്ടുണ്ട്. അപ്പം തുടക്ക സമയത്ത് ആരെങ്കിലും കുറ്റപ്പെടുത്തി വന്നിട്ടുണ്ടോ ബ്രോ? തുടക്കം ചോദിക്കുന്ന വെച്ചാലേ ഇപ്പം ആരെങ്കിലും ഇതിലോട്ട് വന്നിട്ട് പിന്തള്ളിപ്പെടത്തില്ലയോ, നീ എന്തിനാ ഇതിനകത്ത് ചെന്ന് തുടക്കം കഷ്ടപ്പെട്ടിട്ട് പിന്നെ സക്സസ് ആവില്ലയോ എല്ലാവരും? ബ്രോ തുടക്കം എന്ന് പറഞ്ഞാൽ നമ്മള് എന്റെ റീലൊക്കെ ചെയ്തോണ്ടിരുന്നത്. അപ്പൊ നമ്മള് ആ സമയത്ത് ടിക്ടോക്കിൽ ഫോളോവേഴ്സ് ഉള്ള പിള്ളേർത്തൊക്കെ നമ്മളോട് അഭിനയിപ്പിക്കും പറയുമ്പോൾ അവർ പറയും നമുക്ക് കളർ കൊള്ളത്തില്ല, നമുക്ക് ബോഡി ഇതാണ്, അങ്ങനെ പറഞ്ഞ ആൾക്കാർ തന്നെ ഇപ്പോൾ നമ്മളടുത്ത് അവർ റീലിടുന്നത് സ്റ്റോറി ഇടുമെന്ന് ചോദിച്ചു വന്നിട്ടുണ്ട്. അതിനൊക്കെ തന്നെ കുറ്റം പറഞ്ഞ നാട്ടുകാരും വീട്ടുകാരും കുടുംബക്കാരൊക്കെ തന്നെ അവരെയൊക്കെ ഓരോ കടയുടെ പ്രൊമോഷന് ചെയ്യുമോ ഇതാക്കുമെന്ന് പറഞ്ഞു. അതപ്പോൾ സന്തോഷമുണ്ട്. പക്ഷേ ആദ്യം നമ്മൾ എത്ര തോൽവിന്ന് വന്നാലും ഒരു ദിവസം സക്സസ് ആവും. ഇതൊരു പടി കയറി, ഇനി നമുക്ക് ഇഷ്ടംപോലെ പടി കയറാറുണ്ട്. സിനിമയിൽ കയറണമെന്നാണ് ആഗ്രഹം. അത് നമ്മൾ ഒരു നാൾ കയറും.